ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 21ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാട്ടുകൾ വായിച്ചു. നിങ്ങൾക്ക് എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നു, എളുപ്പമായിരുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്, നമുക്ക് ഇപ്പോൾ കർണാട്ടിക് നോട്ട്സിൽ ഒരു പാട്ട് കിട്ടിയാൽ അത് വെസ്റ്റേൺ സ്കെയിലിലേക്ക് എങ്ങനെ മാറ്റാനായിട്ട് അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പം കർണാട്ടിക് നോട്ട്സിൻ്റെ ഓരോ സ്കെയിൽ അനുസരിച്ച്, അതായത് വെസ്റ്റേൺ സ്കെയിൽ അനുസരിച്ച് എങ്ങനെ നമുക്ക് ആ നോട്ടുകൾ വായിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ഓരോ വെസ്റ്റേൺ സ്കെയിലും അതെങ്ങനെയാണ് ആ കർണാട്ടിക് നോട്ട്സ് വരുന്നതെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഒരു ഒന്നിൻ്റെ ശ്രുതിക്ക് ഒരു പാട്ട് കിട്ടി, അതായത് യൂട്യൂബിൽ നിന്ന് എവിടുന്നെങ്കിലും നമുക്ക് നോട്ട് കിട്ടി. ഒരു ഒന്നിൻ്റെ കർണാട്ടിക്കിൽ ഒരു ശ്രുതി എന്ന് പറയുന്നത് വെസ്റ്റേണിൽ സി എന്ന് പറയുന്ന നോട്ടിൽ, സി മേജർ എന്ന നോട്ടിലായിരിക്കും ആ പാട്ട് കിടക്കുന്നത്. അപ്പോൾ ആ ഒന്നിൻ്റെ ശ്രുതിക്ക് ഒരു പാട്ട് കിട്ടിയാൽ നമുക്ക് വെസ്റ്റേൺ പഠിക്കുന്നവർക്ക് എങ്ങനെ അത് കർണാട്ടിക് നോട്ട്സ് നോക്കിയിട്ട് ആ വെസ്റ്റേൺ നോട്ടിലേക്ക് മാറ്റി വായിക്കാം, അല്ലെങ്കിൽ വെസ്റ്റേണിൽ കിടക്കുന്നവർക്ക് എങ്ങനെ കർണാട്ടിക് നോട്ട്സിൽ അത് വായിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഒന്നിൻ്റെ ശ്രുതിക്ക് കിടക്കുന്ന ഒരു പാട്ട് എങ്ങനെ നമുക്കതിൽ സ്വരസ്ഥാനങ്ങൾ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. അപ്പം സി മേജറാണ് ഒന്നിൻ്റെ ശ്രുതി എന്ന് പറയുന്നത്, സി മേജറാണ്. അപ്പം ആ ഒന്നിൻ്റെ ശ്രുതിക്ക് അതിൽ വരുന്ന നമ്മൾ നോട്ടുകൾ എടുക്കുന്നത് ഈ സി മുതൽ അടുത്ത സി വരെ. അപ്പം ആ ഒരു സിക്ക് ആദ്യത്തെ ഒരു സി മുതൽ അടുത്ത സി വരെ ഒരു ഒക്ടേവ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ വെസ്റ്റേൺ സ്കെയിലും നമ്മൾ ആ കർണാട്ടിക് നോട്ട് നോക്കുമ്പോൾ ഓരോ സ്കെയിലായിട്ടാണ് നോക്കുന്നത്. അപ്പം സി ടു സി ആണ് ഒക്ടേവ്. അപ്പം അതിലെങ്ങനെയാണ് സ്വരസ്ഥാനങ്ങൾ, അത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ സംശയം ഉണ്ടാവുകയില്ല. അപ്പം നോക്കാം. അപ്പം ഈ സി മുതൽ സി മേജറിൽ സ്കെയിലിൽ ഒരു പാട്ട് കിടക്കുവാണെങ്കിൽ, ആ കർണാട്ടിക് നോട്ട്സ് കിടക്കുവാണെങ്കിൽ നമുക്ക് അതിനെ വെസ്റ്റേൺ സ്കെയിലിലേക്ക് എങ്ങനെ മാറ്റാമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിലെ സി എന്ന് പറയുന്നതായിരിക്കും സ. സി എന്ന് പറയുന്ന നോട്ട് സ. ഓക്കെ. അപ്പം സി ഷാർപ്പ് എന്ന് പറയുന്ന നോട്ടായിരിക്കും റി 1. റി 1 എന്ന് പറയുന്നത് സി ഷാർപ്പ് ആയിരിക്കും, റി 1. അപ്പം റി 2 എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന നോട്ടായിരിക്കും റി 2. പിന്നെ ഗാ 2 എന്ന് പറയുന്ന നോട്ട് ഡി ഷാർപ്പ് ആയിരിക്കും, ഗാ 2. ഗാ 2 എന്ന് പറയുന്നത് ഡി ഷാർപ്പ്. അടുത്തത് ഗാ 3. ഗാ 3 എന്ന് പറയുന്ന നോട്ട് ഇ ആയിരിക്കും, ഗാ 3. മാ 1 എന്ന് പറയുന്നത് എഫ്. മാ 1 എന്ന് പറയുന്നത് എഫ്. അപ്പം മാ 2 എന്ന് പറയുന്നത് എഫ് ഷാർപ്പാണ്, മാ 2. എഫ് ഷാർപ്പ്, മാ 2. അടുത്ത ജി ആയിരിക്കും, പ എന്ന് പറയുന്ന നോട്ട് ജി ആയിരിക്കും. അടുത്തത് ദാ 1 എന്ന് പറയുന്നത് ജി ഷാർപ്പാണ്, ദാ 1 എന്ന് പറയുന്നത് ജി ഷാർപ്പ്. അടുത്തത് ദാ 2 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന നോട്ടാണ്, ദാ 2 എന്ന് പറയുന്ന നോട്ട്, ദാ 2 എ. അടുത്തത് നീ 2 എന്ന് പറയുന്നത് എ ഷാർപ്പ്. നീ 2 എന്ന് പറയുന്ന നോട്ട് എ ഷാർപ്പ്. അടുത്ത നീ 3 എന്ന് പറയുന്ന നോട്ട് ബി. നീ 3 എന്ന് പറയുന്ന നോട്ട് ബി ആയിരിക്കും, നീ 3. പിന്നെ മേൽസ്ഥായ് ഷഡ്ജം. അപ്പം അത് സി. ഹയർ സ എന്ന് പറയുന്നത് മേളത്തെ സി. ഇതായിരിക്കും ഒന്നിൻ്റെ ശ്രുതിക്ക് വരുന്ന പാട്ടുകൾ വായിക്കേണ്ട റൂട്ട് ഇതായിരിക്കും. അപ്പോൾ ഇതിൽ ഇങ്ങനെയായിരിക്കും നമ്മൾ നോട്ടുകൾ കിടക്കുന്നത്. അപ്പോൾ ഇതിലേക്കാക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് വായിക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ശ്രുതി ഡി ആണ് രണ്ടാമത്തെ ശ്രുതി. അപ്പോൾ കർണാട്ടിക് നോട്ട്സിൽ രണ്ടാമത്തെ ശ്രുതി എന്ന് പറയുന്നത് വെസ്റ്റേണിൽ ഡി എന്ന് പറയുന്ന നോട്ടിലായിരിക്കും ആ പാട്ട് കിടക്കുന്നത്. അത് മേജറോ മൈനറോ ആവാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അതിൽ എങ്ങനെയാണ് സ്വരസ്ഥാനങ്ങൾ, ഫുൾ സ്വരങ്ങളും ആ ഡി എന്ന് പറയുന്ന സ്കെയിലിൽ എങ്ങനെയാണ് വരുന്നതെന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഈ ഡി മുതൽ അടുത്ത ഒക്ടേവിലെ ഡി വരെ. ഓക്കെ, ഡി വരെ. അപ്പോൾ ഡി മുതൽ ഈ ഡി വരെ അതൊരു ഒക്ടേവായിട്ട് അതിൻ്റെ ഈ ഡി മുതൽ ഡി വരെ എടുക്കുമ്പോൾ അതിനകത്ത് 12 നോട്ടുകൾ വരുന്നുണ്ട്. അപ്പം ഫുൾ സ്ട്രക്ചർ നോട്ടുകളും വരുന്നുണ്ട്. കർണാട്ടിക്കിലാണെങ്കിലും വെസ്റ്റേണിലാണെങ്കിലും ഫുൾ നോട്ടുകൾ വരുന്നുണ്ട് അതിനകത്ത്. ഓക്കെ. അപ്പം ഇതിലെ ഡി സ്കെയിൽ വരുമ്പോൾ സ എന്ന് പറയുന്നത് ഡി ആയിരിക്കും. അപ്പം ഡി സ്കെയിലിൽ കിടക്കുന്ന സ എന്ന് പറയുന്നത് ഡി തന്നെയായിരിക്കും, സ ഡി. അടുത്തത് റി 1 എന്ന് പറയുമ്പോൾ ഡി ഷാർപ്പ് ആയിരിക്കും, റി 1 ഡി ഷാർപ്പ്. അപ്പോൾ റി 2 ഇ
രീ ടു ആയിരിക്കും ഇ ആണ് രീ ടു. അടുത്തത് ഗാ ടു എന്ന് പറയുന്നത് എഫ് ആയിരിക്കും ഗാ ടു. അടുത്ത് ഗാ ത്രീ എഫ് ഷാർപ്പ് ഗാ ത്രീ എന്ന് പറയുന്ന നോട്ടായിരിക്കും എഫ് ഷാർപ്പ്. അടുത്തത് മാ എന്ന് പറയുന്ന നോട്ട് ജി ആയിരിക്കും മാ വൺ. ഓക്കെ, ജി ഷാർപ്പ് മാ ടു എന്ന് പറയുന്ന നോട്ടായിരിക്കും ജി ഷാർപ്പ്. അടുത്ത എ എന്ന് പറയുന്ന നോട്ട് പ. അടുത്തത് എ ഷാർപ്പ് ആയിരിക്കും ദാ വൺ എ ഷാർപ്പ്. ദാ ടു ബി ആയിരിക്കും ദാ ടു ആയിട്ട് പറയുന്ന നോട്ട് ബി. അടുത്തത് നീ ടു ആയിരിക്കും സി. നീ ടു ആയിരിക്കും സി. അടുത്തത് നീ ത്രീ ആണ് സി ഷാർപ്പ്. നീ ത്രീ സി ഷാർപ്പ്. പിന്നെ മേളത്തെ സായിട്ട് വരുന്നത് ഇ ഡി. ഹയർ ഡി ആയിരിക്കും ഹയർ സായായിട്ട് ഡി സ്കെയിലിൽ വരുന്നത്. ഓക്കെ, ആ സ്കെയിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഒരു സ്കെയിലും കൂടെ നോക്കാം. ഇ എന്ന് പറയുന്ന അതായത് മൂന്നാമത്തെ ശ്രുതിക്ക് കിടക്കുന്ന പാട്ട്. ഇപ്പം കർണാട്ടിക് നോട്ടിൽ മൂന്നാമത്തെ ശ്രുതി എന്ന് പറയുമ്പം വെസ്റ്റേണിൽ ഇ ആയിരിക്കും. ഇക്ക് കിടക്കുന്ന പാട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പം നമ്മൾ നോക്കുന്നത് ഇ മുതൽ അടുത്ത ഇ വരെ. ഈ ആദ്യത്തെ ഒക്ടേവിൽ ഇ മുതൽ അടുത്ത ഒക്ടേവിൽ ഇ വരെ 12 നോട്ടുകളിലായിരിക്കും അടുത്ത കർണാട്ടിക് നോട്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്കെയിലിൽ എങ്ങനെ നമ്മൾ കർണാട്ടിക് നോട്ട്സ് നോക്കാം? അപ്പം ഈ സ്കെയിലിൽ ഇ ആയിരിക്കും സ. അപ്പം രീ വൺ എന്ന് പറയുന്നത് എഫ് ആയിരിക്കും രീ വൺ. അപ്പം എഫ് ഷാർപ്പ് ആയിരിക്കും രീ ടു എന്ന് പറയുന്നത് എഫ് ഷാർപ്പാണ്. അടുത്തത് ഗാ ടു എന്ന് പറയുന്നത് ജി ആയിരിക്കും ഗാ ടു. ജി എന്ന് പറയുന്ന നോട്ട് ഗാ ടു. അപ്പം ഗാ ത്രീ എന്ന് പറയുന്നത് ജി ഷാർപ്പ് ആയിരിക്കും ഗാ ത്രീ. അടുത്തത് എ ആയിരിക്കും മാ വൺ എന്ന് പറയുന്ന നോട്ടായിരിക്കും. കർണാടകയിലെ മാ വൺ ഇതിലെ എ ആയിരിക്കും. മാ ടു എന്ന് പറയുന്ന നോട്ട് എ ഷാർപ്പ്. ഓക്കെ, അടുത്ത പാ എന്ന് പറയുന്ന നോട്ട് ബി. അടുത്തത് ദാ വൺ എന്ന് പറയുന്നത് സി ആയിരിക്കും ഇതിൽ ദാ വൺ. അടുത്ത സി ഷാർപ്പ് ആയിരിക്കും ദാ ടു. അടുത്ത നീ ടു എന്ന് പറയുന്ന നോട്ട് ഡി ആയിരിക്കും നീ ടു ആണ് ഡി. അടുത്തത് നീ ത്രീ എന്ന് പറയുന്ന നോട്ടായിരിക്കും ഡി ഷാർപ്പ് ആയിരിക്കും നീ ത്രീ ആയിട്ട് വരുന്നത്. പിന്നെ ഹയർ സാ എന്ന് പറയുമ്പോൾ ടോപ്പിലത്തെ ഇ. ഇങ്ങനെ ഏത് സ്കെയിലിൻ്റെയും നോട്ടുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കർണാട്ടിക് നോട്ട് വെസ്റ്റേണിലേക്ക് മാറ്റി നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ എവിടെ നമുക്ക് വെസ്റ്റേണിൽ ഒരു പാട്ട് കിടന്നാൽ കർണാട്ടിക്കിലേക്കും കർണാട്ടിക്കിൽ കിടക്കുന്ന ഒരു പാട്ട് വെസ്റ്റേണിലേക്ക് വാക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾ വായിച്ചു പോയാൽ മതി. ഓരോ ഒക്ടേവ് എടുത്ത് അതിൽ പാട്ട് കിട്ടുമ്പോൾ നിങ്ങൾ അതിലെ സരിഗമ നോക്കിയിട്ട് അതിലേക്ക് ഈ നോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. അത് കർണാട്ടിക് നോട്ട് കിടക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ഒക്ടേവ് വെച്ച് നിങ്ങൾ ഈയിൽ കിടക്കുന്ന പാട്ടാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആ നോട്ടുകളെ വെസ്റ്റേണിലേക്ക് ആക്കുക. വെസ്റ്റേണിൽ കിടക്കുന്നതാണെങ്കിൽ ഈസ്റ്റേണിലേക്ക് ഈ ഒരു രീതിയിലേക്ക് ആക്കി നിങ്ങൾക്ക് പാട്ടുകൾ ഈസി ആയിട്ട് വായിക്കുക. അത് ഗ്യാരണ്ടിയാണ്. നിങ്ങൾ എല്ലാ സ്കെയിലിലും ഇങ്ങനെ തന്നെ ശ്രമിച്ച് നോക്കുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അതിന് ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ എത്തുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ നൽകി, നിങ്ങൾ കാണുന്നവർ ലൈക്കുകൾ നൽകുക. നിങ്ങൾ തുടക്കം തന്നെ നിങ്ങൾ ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അത്ര നല്ല വീഡിയോസാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ
ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫാമിലി എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കീബോർഡ് രംഗത്തേക്ക് കടന്നു വരാനായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.